വ്യത്യസ്തതകളെയും ഏകീകരിക്കുന്ന കലയുടെ നീതിശാസ്ത്രം നടപ്പാക്കുകയാണ് ഓരോ കലോത്സവ വേദിയിലും. നഷ്ടപ്പെട്ട വേദികളും അവസരങ്ങളും ദുഃഖത്തോടെ ഓർമ്മിക്കുന്നുണ്ടെങ്കിലും പുതുതലമുറയുടെ സൗഭാഗ്യത്താൽ സന്തോഷത്തിലാണ് കലോത്സവ വേദിയിലെത്തുന്ന ട്രാൻസ്ജെൻഡറുകളും. ഉയർന്നു പൊങ്ങുന്ന കർട്ടൻ, നിലയ്ക്കാതെ കിലുങ്ങുന്ന ചിലങ്ക, കരിമഷിക്കറുപ്പ്. സ്വന്തമായിരുന്ന എന്നാൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഓർമ്മകളെ തിരിച്ചെത്തിക്കാൻ ഇത്രയും മതി. ഞാൻ പണ്ട് എനിക്ക് കുറേ കലകൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ഡാൻസ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഡാൻസ് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ വീട്ടുകാർ ഒന്നും സമ്മതിച്ചില്ല. അപ്പോൾ അതിന് അതീവ ദുഃഖമുണ്ട്. അന്ന് പഠിച്ചിരുന്നത് ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിപ്പോയേനെ. ഒരു സ്ത്രീയോട് അല്ലെ ഒരു പുരുഷനോട് നിൽക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ആൺ ശരീരത്തിലെ പെൺമനസ്സ് ചിലങ്ക കെട്ടാൻ തുടിച്ചിട്ടും കഴിയാതെ പോയ ഭൂതകാലം. ചിലങ്കയ്ക്ക് പകരം മനസ്സിലും ശരീരത്തിലും ബന്ധിക്കപ്പെട്ട കാണാച്ചങ്ങല. കാലിൽ പടർന്ന ചങ്ങലക്കണ്ണികളുടെ പച്ചിരുമ്പിൻ പാടുകൾ മാഞ്ഞത് വിരലുകളിൽ മിഞ്ചിമിനിങ്ങിയപ്പോഴാണ്. ഇന്ന് കലോത്സവ വേദിയിൽ ഒരു കാണിയായെത്തുമ്പോൾ നിഷേധിക്കപ്പെട്ട വേദികളുടെ മുഴക്കമാണ് ഓരോ ട്രാൻസ്ജെൻഡറിന്റെയും ഉള്ളിൽ. ഞങ്ങൾക്ക് ഒരു പെണ്ണിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ആണിന്റെ കൂടെ പോയി വേദി പങ്കിടാനോ അല്ലെങ്കിൽ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാൻ പോലും ഞങ്ങളുടെ മനസ്സ് പിടിച്ചു നിർത്തുമായിരുന്നു. കാരണം ഞങ്ങളെ എങ്ങനെ അവർ നോക്കിക്കാണും എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പല അവസരങ്ങളും പല വേദികളും കിട്ടാതെ പോയിട്ടുണ്ട്. മറ്റ് കളിയാക്കലുകളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ള മനസ്സിൽ തന്നെ പറഞ്ഞ് മനസ്സും ശരീരം അതിന് മുതിർന്നാൽ പോലും മനസ്സ് പിടിച്ചു നിർത്തുന്ന സമയം. ഇപ്പോഴൊക്കെ ഈ കലോത്സവങ്ങൾക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അതീവ സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് അതൊരു കിട്ടാത്തൊരു അവസരങ്ങളാണ്. കൊല്ലം ജില്ലാ ജസ്റ്റിസ് ബോർഡ് അംഗം സ്നേഹ ആൾക്കൂട്ടത്തിലൊരാളായി കലോത്സവ വേദികൾ നടന്നു കണ്ടു. സംഘനൃത്ത ചുവടുകളിലൊന്ന് തന്റേതെന്ന് കൊതിച്ചു. മാറ്റത്തിന്റെ ആദ്യ പാഠം വീട്ടിൽ നിന്നുമാകണമെന്ന് സ്നേഹ. ആദ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഭവനങ്ങളിലാണ്. ഒന്നുകിൽ 4 പേര് 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരിക്കും വീട്ടിലുള്ളത്. അപ്പോൾ അവർ പറയുമ്പോൾ അവരുടെ കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഇങ്ങനെ പറഞ്ഞ് ഒരു സമൂഹത്തെ അറിയിക്കുകയാണ്. കൊച്ചുകുട്ടികൾക്ക് ഇപ്പോഴും അറിവില്ല. ഒരു +2 പഠിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നതായിക്കോട്ടെ, അവർക്ക് അറിവില്ല. പാഠ്യ പദ്ധതിയിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം ഉൾപ്പെടുത്തി മുന്നോട്ട് പോയാൽ വളരെ നന്നാവും. കല അതിന്റെ ദൗത്യം നിർവഹിക്കുകയാണ്. വ്യത്യസ്തതകൾക്കിടയിലും എന്തിനേയും ഏകീകരിക്കുന്ന കലയുടെ നീതിശാസ്ത്രം. ക്യാമറമാൻ അനൂജ് ആനാവൂരിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.